ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പർച്ചേസിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓണമൊക്കെ എത്താറായില്ലേ, അപ്പോൾ ഓണം കളക്ഷൻസൊക്കെ ഒന്ന് കണ്ടാലോ. നമ്മൾ തിരുവനന്തപുരത്തുള്ള രാമചന്ദ്രയിലാണ് പോകുന്നത്. ഒരു അവധി ദിവസമാണ് നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം വലിയ തിരക്ക് കാണില്ല എന്നും പറഞ്ഞാണ് പോയത്. അപ്പം നമ്മൾ രാമചന്ദ്രൻ എത്തിയിട്ട് നമ്മൾ കയറുമ്പോൾ ഫസ്റ്റ് കാണുന്നത് തന്നെ ഓണമായിട്ട് ബന്ധപ്പെട്ടുള്ള കസവിൻ്റെ സാരിയും അതിന് മേച്ചായിട്ടുള്ള ബ്ലൗസും പിന്നെ കൊച്ചുകുട്ടിയുടെ പാവാടി ഉടുപ്പൊക്കെ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇട്ടിരിക്കുന്നത്. നമ്മളങ്ങനെ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഈ കസവിൻ്റെ സാരികൾ അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് കാണാൻ കഴിയുന്നുണ്ട്. കണ്ടോ, ഇച്ചിരി പ്രായമുള്ളവർക്കൊക്കെ ചെറിയ കസവിൻ്റെ മോഡലുള്ള സാരികൾ, പിന്നെ അല്ലാത്തവർക്ക് എംബ്രോയ്ഡറി വർക്കിലുള്ളത്, സിൽവറിൻ്റെത്, ഒരുപാട് കളേഴ്സ് മോഡലുണ്ട്, പിന്നെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തത്, കസവ് കൂടിയത്, തുഞ്ചലമുള്ളത്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഞാനിവിടെ തിരക്കിയപ്പം ഇനിയും ഒരുപാട് കളക്ഷൻസ് വരാനുണ്ടെന്ന് പറഞ്ഞു. ഈ ഉള്ളത് വെച്ച് തന്നെ ഒരുപാട് എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള നേരിയത് സാരി ആയാലും സെറ്റ് മുണ്ടായാലും ഒക്കെ കാണാൻ കഴിഞ്ഞു. അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തായിരുന്നു. പിന്നെ നമുക്ക് വലിയ പർച്ചേസിംഗ് ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് കളക്ഷൻസൊക്കെ ഒന്ന് കാണാമെന്ന് കരുതിയാണ് ഇറങ്ങിയത്. ഇതൊക്കെ സാരിയുടെ ഒരു കളക്ഷനാണ്. ഇത് 1000-ന് മുകളിലുള്ളതുമുണ്ട്, ഒരു 700 സംതിങ് ആ രീതിയിലുള്ള സാരികളും ഉണ്ട്. നമ്മൾ ചെന്നപ്പോഴും ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ സ്കൂള്, കോളേജ്, ഓഫീസുകളിലൊക്കെ ഒരുപാട് ഫങ്ഷൻസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും. ഇതെത്രയായിരുന്നു? റേറ്റ് ഈ മോഡൽ വരുന്നത് 1610 റെഡ് ബ്ലൗസ്, പിന്നെ ഇത്രയും വർക്കുള്ള ഷോളാണ്. ഈ മോഡൽ നേവി ബ്ലൂ കളറ്, ബ്ലൗസ്, ഷോള് 1850 ഇതിൻ്റെ റേറ്റ്. ഷെയ്ഡ് വരുന്നത് 1990. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. ഫ്രണ്ടിനൊക്കെ നല്ല മോഡലുണ്ട്. ഇതിൻ്റെ ഷോള് പച്ചയുടെ മോഡൽ തന്നെ, അതിൻ്റെ ഡാർക്ക് ബ്ലൂ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഈ ധാവണി സെറ്റ് ഇപ്പോഴത്തെ മോഡലാണ്. ഇതിൻ്റെ തന്നെ സെറ്റും മുണ്ടും ഉണ്ട് ഇതുപോലെ വർക്ക് വരുന്നത്. ഇപ്പോൾ വന്ന പുതിയ മോഡലാണ്. 2090 ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. ബ്ലൗസ് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്. ഇതാണ് ഇതിൻ്റെ ധാവണിയിലും വർക്കുണ്ട്. കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. നല്ല കളറ്. ഇതിൻ്റെ ഈ ഒരു കളറേ അല്ല, ഇപ്പോൾ വന്ന പുതിയ മോഡലാണ് കേട്ടോ. 2440. പിന്നെ അതിൻ്റെ തന്നെ വേറെ കളറുകൾ 1870, 2490. ഇത് കുറച്ച് സെറ്റ് സാരിയാണ്. ഇതിപ്പോൾ നമ്മൾ ധാവണി സെറ്റ് കണ്ടില്ല, അതിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ വേറെ കുറച്ച് സെറ്റ് സാരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ ഡിസ്പ്ലേയിൽ ഇട്ടിരുന്നതൊക്കെ വേറെയാണ്. ഇത് നമ്മൾ ചോദിക്കുമ്പം കുറച്ച് റേറ്റ് കൂടിയതൊക്കെയാണ്. അങ്ങനെയുള്ള സെറ്റ്സ് വലിയ കസവൊക്കെ ഉള്ളതും പിന്നെ പല പല കളറുള്ളതും. ഇത് സെറ്റ് മുണ്ടാണ്. സെറ്റ് മുണ്ട് സിംഗിളും ഉണ്ട്, ഡബിളും ഉണ്ട്. അതിന് പല ഇപ്പോൾ വന്ന മോഡലാണ് കേട്ടോ. ഇതൊരു കസ്റ്റമർ എടുത്ത് വെച്ചാണ് 3 പേർക്കും കൂടി 3 എണ്ണം ഒരുപോലത്തെ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അതിൻ്റെ തന്നെ വേറൊരു മോഡലുണ്ട്. ഇത് മുന്താണിയല്ലേ? റേറ്റ് എത്രയായിരുന്നു പറഞ്ഞു? 1030.
ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് ചാടി. നമ്മൾ നേരത്തെ കണ്ടതാണെങ്കിൽ കസവിൻ്റെയൊക്കെ ആപ്സാരിയാണ്. ഇപ്പോൾ ഈ കാണുന്നത് പട്ടിൻ്റെ ആപ്സാരിയാണ്. ഈ മഞ്ഞയും പച്ചയും തമ്മിലുള്ള കോമ്പിനേഷൻ സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കൂടി ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1430 ഇതെന്ന് പറയുന്നത് പാവാട സ്റ്റിച്ചഡാണ്, ബ്ലൗസ് അൺസ്റ്റിച്ചഡ് ആയിരുന്നു. ഇതിൻ്റെ തന്നെ വേറെ കളേഴ്സും ഉണ്ടായിരുന്നു. ഞാൻ ഇതാണ് എടുത്തത്. പിന്നെ ഇതാ ഈ കാണുന്നതൊക്കെ ധാവണി സെറ്റാണ്. അടുത്ത സാരി സെക്ഷനിലോട്ടാണ് പോയത്. ഇതാ ഈ കാണുന്നതൊക്കെ സാരികളാണ്. ഇതിൽ ഓഫർ പ്രൈസുള്ള സാരികളും ഉണ്ട്. ഒരു 720 രൂപയുടെ സാരിയുണ്ട്. അതിൽ പല പല കളേഴ്സ് ഉണ്ടായിരുന്നു. അതാ ഈ കാണുന്നതൊക്കെ ഓഫറിനിരിക്കുന്ന സാരികളാണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയലുള്ള സാരികളുണ്ട്. ഇത് 720-ൻ്റെയാണ്. ഇത് ഓഫർ പ്രൈസിന് പല പല കളറുള്ള സാരികളാണ്. ഇത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ സെക്ഷനിലോട്ടാണ് പോയത്. അവിടെ പട്ടുപാവാടയുടെ സെക്ഷനാണ്. അതിൽ ഏജ് അനുസരിച്ച് റേറ്റ് അനുസരിച്ചൊക്കെയാണ് അവർ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പം 6 മാസം മുതൽ വലിയ കുട്ടികൾ വരെയുള്ള സൈസ് അനുസരിച്ചുള്ള പട്ടുപാവാടകളുണ്ട്. പല പല മോഡൽ. നേരിയതിൻ്റെ ആണെങ്കിൽ അങ്ങനെ കസവിൻ്റെത്, പിന്നെ കളറിൻ്റെത്. ഈ കാണുന്നത് കസവിൻ്റെയാണ്. എന്നിട്ട് അതിൽ കളർ വെച്ച് ഓവർകോട്ട്. പിന്നെ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തേക്കുന്നതിൻ്റെയൊക്കെ നെക്ക് കണ്ടാൽ തന്നെ അറിയാം, എല്ലാം ഓരോ മോഡൽ വെറൈറ്റി മോഡലായിട്ടൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അതിൻ്റേതായ റേറ്റും കാണും. ഇതൊക്കെ 600 സംതിങ് ആണ്. ഇനി ഫ്രോക്ക് സെക്ഷനാണ്. അപ്പം ഫ്രോക്കുകൾ ബർത്ത്ഡേ പാർട്ടിക്ക്, മാരേജ്, റിസപ്ഷൻ അങ്ങനെയുള്ള ഇതിനൊക്കെ ഇടാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ട പച്ചയിൽ അതിന് വേറെ കളേഴ്സാണ് ഈ കാണുന്നത്. കൊച്ചു കുട്ടികൾ മുതൽ വലിയ ഒരു 10-12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഫ്രോക്കുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാണാം. അടുത്തതായിട്ട് പോയത് ഫാൻസി സെക്ഷനിലാണ്. നമ്മൾ വാങ്ങിച്ച സെറ്റിനോടൊക്കെ ചേരുന്ന മാലയും കമ്മലും വളയൊക്കെ വാങ്ങണ്ടേ. അങ്ങനെ നമ്മൾ ആദ്യം പോയത് വള സെക്ഷൻസാണ്. ഞാനിനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ.
ചുറ്റിക്കറങ്ങി വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് വിശപ്പടിച്ച് അങ്ങനെ പിന്നെ കഴിച്ചിട്ടാവാം ഇനി അടുത്ത വീഡിയോസ് എന്ന് കരുതി നമ്മൾ മസാല ദോശയ്ക്കാണ് ഓർഡർ കൊടുത്തത്. അങ്ങനെ ദോശ വന്നു. ദേവയാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആദ്യമേ കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് അവൾ കഴിച്ചില്ല എന്നുള്ള രീതിയിൽ പ്ലേറ്റ് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെ നമ്മൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു, ബില്ലൊക്കെ കഴിഞ്ഞു, നമ്മളങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയാണ്. നമ്മൾ വന്നത് ഉച്ചയ്ക്കായിരുന്നു, പക്ഷേ ഇറങ്ങിയപ്പോൾ വൈകുന്നേരമായി, നല്ല നേരം ഇരുട്ടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റാ.